الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്, അനാചാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വിശാലമായ പഠന പരമ്പരയിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വസ്തുതകൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അത് തള്ളിക്കളയുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബറടക്കുന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതോടനുബന്ധമായി മരിച്ച വീട്ടിലുള്ള ആളുകളെ ആശ്വസിപ്പിക്കുക, അവരോട് സാന്ത്വനിപ്പിക്കുക, അവരെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുക എന്നുള്ളത് സത്യവിശ്വാസികൾക്ക് ഏറെ പുണ്യം ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ്. അറബിയിൽ തഅസിയത്ത് എന്ന് പറയാറുള്ള, തഅസിയത്ത് എന്ന് പറഞ്ഞാൽ സമാശ്വസിപ്പിക്കൽ എന്നാണ്. മരണം നടന്ന വീട്ടിൽ ആ വീട്ടുകാരെ അല്ലെങ്കിൽ മരിച്ച ആ മയ്യിത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ കുട്ടി മരണപ്പെട്ട സന്ദർഭത്തിൽ അതോടനുബന്ധിച്ചുകൊണ്ട് മകളെ ആശ്വസിപ്പിച്ചതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇന്ന ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അഅതാ വകുല്ലു ശൈഇൻ ഇൻദഹു ഇലാ അജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. മോളെ, നീ ക്ഷമിക്കുക, അല്ലാഹു അവനുള്ളതാണ് അവൻ എടുത്തത്, അല്ലാഹു നൽകിയതും അവനുള്ളതാണ്. അപ്പൊ അല്ലാഹു തന്നതാണ് നമുക്ക് മകനെ, ആ അല്ലാഹു അത് തിരിച്ചെടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇലാ അജലിൻ മുസമ്മാ, ഒരു നിർണിതമായ അവധി വരെ നമുക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തരികയുള്ളൂ. ഇത് കഴിഞ്ഞാൽ അവനതങ്ങ് മടക്കി വിളിക്കും, സമയമാകുമ്പോ അതങ്ങ് തിരിച്ചു വാങ്ങും. അതുകൊണ്ട് എൻ്റെ മോള് ക്ഷമിക്ക്, അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലബ്ധി ആഗ്രഹിക്കുകയും ചെയ്യുക. ആശ്വസിപ്പിക്കാവുന്ന പല വാക്കുകളിൽ ഒരു വാക്കാണിത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രവാചകൻ പറഞ്ഞ ഈ വചനങ്ങൾ വേണമെങ്കിൽ ആശ്വാസത്തിന്റെ വചനങ്ങളായി പറയാവുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്ന്
രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഇത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മരിച്ച വീട്ടിലുള്ള ബന്ധുക്കളെ കാണുമ്പോൾ അവരോട് നമുക്ക് ആശ്വാസത്തിന്റെ ഏത് വാക്കുകളും പറയാം. നമ്മൾ പറയാറുമുണ്ട്. എന്തിനാണ് നമ്മൾ ഇനി കരഞ്ഞിട്ടെന്താണ് ഫലം? സാരമില്ല, എല്ലാവർക്കും മരിക്കണമല്ലോ, നമ്മളും മരിക്കണം, അവരും മരിക്കണം. പക്ഷെ അവർ കുറച്ച് നേരത്തെ പോയി, നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നു എന്ന വ്യത്യാസമല്ലേയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയും അതിൻ്റെതായ നയത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കൽ സുന്നത്താണ്. അതിന് വേറെയും പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അഅ്ളമല്ലാഹു അജ്റക എന്ന് പറയാം. അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു തരട്ടെ. വജബറല്ലാഹു മുസീബത്തക, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഈ മുസീബത്ത് അല്ലാഹു എത്രയും വേഗം പരിഹരിച്ചു തരുമാറാകട്ടെ. അതുപോലെ തന്നെ വഗഫറല്ലാഹു ലിമയ്യിതിക, അല്ലാഹു നിന്നിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ. തുടങ്ങിയിട്ട് ഈ മയ്യത്തിന്റെ ബന്ധുവിന് ആശ്വാസം തോന്നാവുന്ന ഏത് നിലക്കുള്ള വചനങ്ങളും പറയുന്നത് ഏറെ പുണ്യകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക അതിനുണ്ട്. അങ്ങനെ ആശ്വസിപ്പിക്കുന്നതും ഒരു മുസ്ലിമിന്റെ വേദനയിൽ പങ്കുചേരുന്നതും ആ വേദനയെ ശമിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുന്നതും പ്രതിഫലാർഹമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ തഅ്സിയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഇത് 3 ദിവസം മാത്രമേ ആകാവൂ എന്നില്ല. 3ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 3ന്റെ അന്നം വീട്ടിൽ പോയി പറയേണ്ട ഒരു വാക്കാണിത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും ഏത് ദിവസമായിരുന്നാലും ആശ്വസിപ്പിക്കാം. മരിച്ച അന്നാണ് കണ്ടതെങ്കിൽ ആശ്വസിപ്പിക്കാം, പിറ്റേ ദിവസമാണെങ്കിൽ ആശ്വസിപ്പിക്കാം, അതിന്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ബന്ധുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അങ്ങനെയും ആശ്വസിപ്പിക്കാം. അതിന് നിർണയിക്കപ്പെട്ട ദിവസങ്ങളില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം, ഇതിനു വേണ്ടി ഒരിടത്ത് ചടഞ്ഞുകൂടിയിരിക്കൽ വിദഅത്താണ്. അത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു. എന്ത്? നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്, കണ്ണോക്കടിയന്തരം. കണ്ണോക്ക് എന്ന് പറയുന്നൊരു സമ്പ്രദായം മലപ്പുറം ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ മൂന്നോട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 3ന്റെ അന്ന് തഅ്സിയത്തിന് വേണ്ടി മരണപ്പെട്ട മയ്യത്തിന്റെ ബന്ധുക്കളും കുടുംബാദികളുമൊക്കെ ഒരു വീട്ടിൽ ഒത്തുചേർന്നുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ തയ്യാറായി കാത്തിരിക്കുക, ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഇത് അനാചാരമാണ്. അങ്ങനെ അതിനുവേണ്ടി ഒന്ന് തയ്യാറായിട്ടൊരു പ്രത്യേക ഇരുത്തല്ല. എന്താ ഇന്ന് നിങ്ങളാരും ജോലിക്ക് പോവാത്ത? എന്താ ഇന്ന് നിങ്ങളാരും അങ്ങാടിയിലിറങ്ങാത്ത? എന്താ ഇന്ന് നിങ്ങളാരും മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് ഏർപ്പെടാത്ത? ഇന്ന് കണ്ണോക്കാണ്. അതിനെന്താ? ഇന്ന് ഇവിടെ ആൾക്കാർ ആശ്വസിപ്പിക്കാൻ വരും, അപ്പൊ ഞങ്ങൾ ആ ആശ്വാസവചനം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി ഇരിക്കുകയാണ് എന്ന മട്ടിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കൽ അനാചാരമാണ്. ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു ടെന്റ് കെട്ടി ഉണ്ടാക്കി ബന്ധുക്കളൊക്കെ അതിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്കേണ്ടതല്ല. അല്ലെങ്കിൽ പള്ളിയിൽ ഒരുമിച്ചുകൂടി ഇന്ന് എല്ലാവരും പള്ളിയിൽ പോയി ആശ്വസിപ്പിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ പ്രത്യേകമായി എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുകയല്ല. മറിച്ച് സ്വാഭാവികമായി നമ്മൾ കാണുമ്പോ അതിന്റെ ബന്ധുക്കൾക്ക് വിഷമമുള്ള ആളുകളെ കാണുമ്പോൾ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയുക എന്നേയുള്ളൂ. അതല്ലാതെ അതിനു വേണ്ടി ഒരു പ്രത്യേകമായ ചടങ്ങും ഒരു കാവകാച്ചലും ഒരു തരിക്കഞ്ഞിണ്ടാക്കലും അതിനൊരു ഊട്ടലും അതോടനുബന്ധമായ ഒരു ചടങ്ങുകളും ഒരു മധുരപലഹാരം കൊണ്ടുവരലും അതൊരു വിതരണം നടത്തലുമൊന്നും ഇസ്ലാമികമായി ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മരിച്ച വീട്ടില് അന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാ പിന്നെ ചെയ്യാറുള്ളത്. മയ്യത്തങ്ങ് മറമാടി വന്നാ പിന്നെ വീട്ടിൽ കുശാലായ സദ്യയാണ്. ആ പരിചയമില്ലാത്ത ഏതെങ്കിലും ആ വീട്ടിന്റെ അവിടെ മരിച്ചു എന്ന വിവരം അറിയാത്തൊരു വിദേശി ആ വീട്ടിന്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ എന്തോ കാര്യമായി ഒരു ആഘോഷം നടക്കുന്നു എന്ന പ്രതീതിയിലാണ് അവിടുത്തെ സദ്യയുടെ ചട്ടവട്ടങ്ങളും ബഹളങ്ങളും അവിടെ നിന്ന് കേൾക്കുന്നത്. അവിടെ പപ്പടം കിട്ടിയാ? അവിടെ നീ ചോറ് വേണോ? ഇവിടെ നീ ഇറച്ചി വേണോ? തിന്നോളിന്ന്, സാധനം അകത്തുണ്ട്, നിങ്ങൾ എന്തിനാ തിന്നാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളെ ഒരു മൗലൂദ് മോദി അവർക്ക് കുശാലായ സദ്യയും നൽകി ഊട്ടുകയും അതുപോലെ തന്നെ കഴിക്കുകയും കഴിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സമ്പ്രദായം സംഘടിപ്പിക്കുന്ന അഥവാ മരണത്തോടനുബന്ധമായി സദ്യയൊരുക്കുന്ന, ചാവിന്റെ പേരിൽ ഒരു സദ്യയൊരുക്കുന്ന, അതിന്റെ പേരിൽ ഒരു അടിയന്തരം ഒരുക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അത് വിരോധിക്കപ്പെട്ട സമ്പ്രദായമാണ്. പ്രത്യേകം മനസ്സിലാക്കുക. എന്താണ് മറിച്ച് ചെയ്യേണ്ടത്? നമുക്കൊരു കടമയുണ്ട്, മരിച്ച വീട്ടിലെ അയൽക്കാർക്കൊരു കടമയുണ്ട്.
അതുപോലെ തന്നെ അവരുമായി ചുറ്റിപ്പറ്റി ബന്ധമുള്ള ബന്ധുക്കൾക്കൊരു കടമയുണ്ട്. അതെന്താ? മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 9-ാമത്തെ കൊല്ലം മുഅ്തത്ത് യുദ്ധത്തിൽ ഷഹീദായി വീണപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അയൽക്കാരോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫർ തആമാ ഫഖദ് അതാഹും മാ യുശ്ഗിലുഹും. ഇസ്നഉ ലി ആലി ജഅഫർ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും തആമാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും. കാരണം ഫഖദ് അതാഹും മാ യുശ്ഗിലുഹും, അവർക്കിപ്പോ ഭക്ഷണം കഴിക്കേണ്ട ചിന്തയൊന്നും ഇല്ലാത്തവണ്ണം ഒരാപത്ത് ബാധിച്ചിരിക്കുകയാണല്ലോ. വിഷമാണ് ആ കുടുംബത്തിന്റെ മനസ്സിൽ. അദ്ദേഹത്തിന്റെ വിധവയാ വീട്ടിലുണ്ട്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരിപ്പോൾ അനാഥകളായി മാറി. ഭാര്യയാണെങ്കിൽ വിധവയായി മാറി. അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന പല കുടുംബങ്ങളും ഇപ്പോൾ അനാഥമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ജഅഫറിന്റെ മരണം സൃഷ്ടിച്ചിട്ടുള്ള മുറിവുണ്ട്. ആ മുറിവുള്ളത് കൊണ്ട് വീട്ടിൽ തീപ്പൂട്ടാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന ചിന്ത അവർക്കില്ലാതെ അവരൊരു ഭാഗത്ത് വിഷമിച്ചുകൊണ്ട് കൂടിയിരിക്കുകയാവും, അല്ലെങ്കിൽ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് കഴിയുകയാകും. അതുകൊണ്ട് സ്വഹാബത്തെ, നിങ്ങൾ ആ ജഅഫറിന്റെ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതാണ് ഇതിലെ ആചാരം. ഈ വിഷയത്തിലെ ആചാരം ഇതാണെന്ത്? മരിച്ച വീട്ടിൽ ചെന്നിട്ട് ഇങ്ങോട്ട് തട്ടി ഇറങ്ങലല്ല, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ബന്ധുക്കളെ പറഞ്ഞാശ്വസിപ്പിക്കണം. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കേട്ടോ, വഉഹിബ്ബു ലിജീറാനിൽ മയ്യിതി ഔ ദിൽ ഖറാബ അൻ യഅമലൂ ലിഅഹ്ലിൽ മയ്യിതി ഫീ യൗമിൻ യമൂതു വലൈലതിഹി طعاما يشبههم فإن ذلك سنة وذكر كريم وهو من فعل أهل الخير قبلنا وبعدنا. എന്താ അദ്ദേഹം പറയുന്നത്? മയ്യത്തിന്റെ അയൽക്കാർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബങ്ങളും അന്യമലൂലി അഹ്ലിൽ മയ്യിത്തി, മയ്യത്തിന്റെ ആൾക്കാർക്ക് അവരുണ്ടാക്കി കൊടുക്കണം. ആ മരിച്ച ദിവസവും അന്നത്തെ രാവും പകലുമൊക്കെ ഭക്ഷണം യുഷ്ബിഹും, അവർക്ക് വയറ് നിറയാൻ മാത്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇവിടെ നബിചര്യ. അത് നമ്മുടെ മുൻഗാമികളും ശേഷമുള്ള ആളുകളും ഒക്കെ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നു. അപ്പോ സങ്കടം പോകാനും വിഷമം പോകാനും ഒക്കെ ആ മരിച്ച ദുഃഖവുമായി കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വയുലിഹു എന്ന് നമുക്ക് മുഖാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കണം. കഴിക്കുമോനെ, നീ ഇങ്ങനെ കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചുപോയവർ മരിച്ചുപോയില്ലേ, നമുക്ക് ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കണം എന്ന് വരെ ഫുഖഹാക്കൾ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കാണാം. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പലപ്പോഴും ഒരു പതിവുണ്ടായിരുന്നു. രോഗികൾക്കും അതുപോലെ തന്നെ മരണത്തിന്റെ ദുഃഖം കൊണ്ട് കഴിയുന്ന ആളുകൾക്കും അവർ ചില പ്രത്യേകമായ പലഹാരം, തെൽബീനത്ത് എന്നാണ് ഹദീസിൽ അതിന്റെ വാചകം, ഒരു തരം പ്രത്യേകമായ പായസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ തീറ്റിക്കാറുണ്ടായിരുന്നു. ദുഃഖം പോക്കുവാൻ ഉതകുന്ന തരത്തിൽ നല്ല രുചിയുള്ള രസകരമായൊരു പായസം ഉണ്ടാക്കിയിട്ട് അത്തരത്തിൽ ബന്ധുക്കളുടെ മരണത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകൾക്ക് പ്രത്യേകമായി നൽകാനും, രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും സങ്കടം അനുഭവിക്കുന്ന രോഗികൾക്ക് നൽകാനുമൊക്കെ അവർ പ്രത്യേകം തയ്യാറുണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ വന്നത്, ഇതൊക്കെയാണ് ഈ വിഷയത്തിലെ ആചാരം. എന്നാലോ ഈ വിഷയത്തിൽ ഈ വീട്ടിൽ തന്നെ അടിയന്തരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെ സംഘടിപ്പിച്ച് ഭക്ഷണം നന്നാക്കി തയ്യാറാക്കിയിട്ട് കൊടുക്കുന്ന പരിപാടി അനാചാരമാണ്, അത് തെറ്റാണ്, അത് ബിദ്അത്താണ്. ആ വിഷയത്തിൽ ഒരാൾക്കും സംശയം വേണ്ടതില്ല. ഒന്നിനും വേണ്ട, 3ന്റെ അന്നും തയ്യാറ് ചെയ്യണ്ട. 7-നൊരു ഭക്ഷണം, 14-നൊരു ഭക്ഷണം, 40-നൊരു ഭക്ഷണം, 40-ന് 2, അതുപോലെ തന്നെ പിന്നെ ആണ്ടിലൊരിക്കൽ ഒരു കൊല്ലം തികയുമ്പോ വേറൊന്ന്, ഇങ്ങനെ 1, 3, 14, 40, അതുപോലെ തന്നെ ഒരു കൊല്ലം തികയുമ്പോഴുള്ള ആണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സദ്യയൊരുക്കുക എന്ന് പറയുന്ന പരിപാടി, മരണത്തോടനുബന്ധിച്ചൊരു സദ്യയൊരുക്കുക, അത് ഇസ്ലാമിലില്ല. മരിച്ച വീട്ടിലെ ബന്ധുക്കൾക്ക് ആശ്വാസമെന്നോണം അങ്ങോട്ടുണ്ടാക്കി കൊടുക്കലല്ലാതെ ഒരാളുടെ മരണത്തിന്റെ വിലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട്ടുകാർ ഏത് ദിവസമാവട്ടെ ഒരു സദ്യയും ചട്ടവട്ടവും ഉണ്ടാക്കിക്കൊണ്ട് ഒരാഘോഷ രൂപത്തിൽ ഒരു സദ്യയുണ്ടാക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അതിന്റെ പേരിലൊരു ഭക്ഷണ വിതരണം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല.
ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. നമ്മൾ പറയുന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബാക്കൾ പറയുന്നത് കേട്ടോ. കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്തി വസനിയത തആബി ബഅദ ദഫിരിഹി മിനൻ നിയാഹത്തി. മയ്യത്തിന്റെ ആൾക്കാരുടെ അടുകിലേക്ക് ഒന്നാകെ പോയി അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അതുപോലെ തന്നെ അതിന്റെ ശേഷം മറമാടത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കും മറ്റും ഭക്ഷണമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞിട്ടുണ്ടെന്ത്? നിയാഹത്ത് പാടില്ല. നിയാഹത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥട്ടഹസിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ. അതേപോലെയുള്ള വകുപ്പിലാണ് ഈ നിലക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് സ്വഹാബിമാര് പറഞ്ഞതായി ഇമാം അഹ്മദ് അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാൻ സാധിക്കും. എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്ന പള്ളി ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു കൊച്ചു ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ് നൂറുൽ അബ്സാർ. 10 കിതാബ് എന്ന പേരിൽ കേൾക്കാത്തവരുണ്ടാവുകയില്ല. 10 കിതാബുകൾ അടങ്ങിയിട്ടുള്ള നൂറുൽ അബ്സാർ അടക്കമുള്ള 10 കൊച്ചു കൃതികൾ അടങ്ങിയിട്ടുള്ള ഒരു അറബി കിതാബാണ് 10 കിതാബ്. 10 കിതാബ് ഓതിയിട്ടുണ്ടോ ഈ മൗലവിയാവാന്ന് ചോദിക്കാറില്ലേ? ആ 10 കിതാബ് ഫിഖ്ഹിന്റെ അടിസ്ഥാനപരമായി പ്രാഥമികമായ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാറുള്ള ഒരു ഗ്രന്ഥം നൂറുൽ അബ്സാർ. ആ നൂറുൽ അബ്സാറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വയുൻദബു ലിഅഖാരിബിൽ മയ്യിത്തിൽ ബഈദാവിൽ ജീറാനി അൻ യുസ്ലിഹു തആമൻ ലിഅഹ്ലിൽ മയ്യിത്തിൽ അഖറബീന യക്ഫീഹിം യൗമഹും വലൈലതഹും വയുലഹു അലൈഹിം ഫിൽ അക്ലി വയഹ്റുമു തഹയ്യുഹു ലിന്നായിഹാതി വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിത്തി മിൻ ഇസ്ലാഹി തആമിൻ വജംഇൻ നാസി അലൈഹി ഫബിദ്അത്തുൻ ഗൈറ ഹസനാ. എന്താണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞത് വയുൻദബു ലിഅഖാരിബിൽ മയ്യിത്തിൽ ബഈദാവിൽ ജീറാൻ. മയ്യിത്തിന്റെ അകന്ന ബന്ധുക്കൾ, അതായത് ദൂരെയുള്ള മയ്യത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ അയൽക്കാർ, അവർക്കൊക്കെ സുന്നത്താക്കപ്പെടും എന്ത്? അൻയുസ്ലിഹു തആമൻ ലിഅഹ്ലിൽ മയ്യിത്തിൽ അഖറബീന. മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾക്ക് യക്ഫീഹിം യൗമഹും വലൈലതഹും, അന്നത്തെ രാവും പകലും ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ. വയുലഹു അലൈഹിം, തിന്നാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലും സുന്നത്താക്കപ്പെടും. ഫിൽ അക്ലി, തിന്നാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം. എന്നാൽ വയഹ്റുമു തഹയ്യുഹു ലിന്നായിഹാതി, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തന്നെ ഇതിൽ പറയുന്നു. വയഹ്റുമു, ഹറാമാകും. തഹയ്യുഹു ലിന്നായിഹാതി, പൊട്ടിക്കരയുന്ന പെണ്ണുങ്ങള്, അങ്ങനത്തെ പെണ്ണുങ്ങളോട് നിർത്താൻ, കരച്ചിൽ നിർത്താൻ പറഞ്ഞിട്ടും നിർത്തില്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാനും പാടില്ല. വീട്ടിൽ പൊട്ടിക്കരയാൻ പാടില്ല, അർത്ഥട്ടഹസിക്കാൻ പാടില്ല, നെറികേട് കാണിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകൾ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അവർ പട്ടിണി കിടക്കട്ടെ, അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ ഹറാമാകും. അതുപോലെ തന്നെ വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിത്തി, എന്നാൽ മയ്യത്തിന്റെ ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, മിൻ ഇസ്ലാഹി തആമിൻ, ഭക്ഷണം നന്നാക്കി വിഭവസമൃദ്ധമായ സദ്യയുണ്ടാക്കൽ, വജമ്മിൻ നാസി അലൈഹി, എന്നിട്ട് ആൾക്കാരെ അതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടലും, ഫബിദ്അത്തുൻ ഗൈറ ഹസന, അത് നല്ലതല്ലാത്ത ചീത്തയായ അനാചാരമാകുന്നു. നല്ലതല്ലാത്ത ചീത്തയായ അനാചാരാണ് 10 കിതാബിൽ നൂറുൽ അബ്സാറിൽ വളരെ വ്യക്തമായി പള്ളിദർസിൽ ചൊല്ലിപ്പഠിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു. അത് പരിഭാഷകളിലൊക്കെ അങ്ങനെ തന്നെ, പല പരിഭാഷകളിലും പഴയ പരിഭാഷകളിലൊക്കെ എന്ത് പറഞ്ഞു കേട്ടോളിൻ? അപ്രകാരം തന്നെ മയ്യത്തിന്റെ വീട്ടുകാര് ആളുകളെ ക്ഷണിച്ചു വരുത്തി സദ്യ നടത്തൽ ചീത്തയായ ബിദ്അത്ത്, ബ്രാക്കറ്റിൽ അനാചാരമാണ് എന്നൊക്കെ പണ്ടുള്ള പടച്ചോനെപ്പേടുള്ള പല ആൾക്കാരും പരിഭാഷപ്പെടുത്തിയപ്പോ നേർക്കുനേരെ പരിഭാഷപ്പെടുത്തി. എന്നാ കേട്ടോ, പടച്ചോനെപ്പേടില്ലാത്ത ഒരാൾ പരിഭാഷപ്പെടുത്തിയത് കേട്ടോ. അതെന്താ? അതും ഞാൻ വായിക്കാം. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ശരിക്കും നിങ്ങളിതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡിൽ നോക്കി വലുതാക്കി വായിച്ചോളിൻ. എന്താ അതിൽ പറയുന്നത്? രസകരമായ പരിഭാഷ കേട്ടോളിൻ. എന്താ ഇത് എഴുതിയിട്ടുള്ള ആള്? ഒരു ഖുറാഫി പണ്ഡിതനാണ്. ആരൊരു മുഹമ്മദ് മച്ചത്ത്, പേരൊക്കെ പറയാലോ ആളെ തിരിയാൻ വേണ്ടി. ഒരു മച്ചത്ത് മുഹമ്മദ് എഴുതിയതാണ്, പ്രസിദ്ധീകരിക്കുന്ന. പിന്നെ ഇത് അശറത്ത് കുത്തുബ്, 10 കിതാബ് മലയാള പരിഭാഷകൻ മുഹമ്മദ് മച്ചത്ത്, പ്രസാധകർ അമീൻ പബ്ലിക്കേഷൻസ്, വിയൂർ, തൃശൂർ. അവിടുന്ന് പ്രസിദ്ധീകരിച്ച് ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തിലുള്ള അർത്ഥം കേട്ടോ. മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ,
അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു ബിദ്അത്താകുന്നു. എന്താ മനസ്സിലായി? ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായി? ബിദ്അത്തുൻ ഗൈറു ഹസനാൻ അറബിയിൽ കണ്ടോ, വൈൽഡാക്കി നല്ല വെണ്ടക്കിലുണ്ടോ? അപ്പൊ ബിദ്അത്തുൻ ഗൈറു ഹസന. എന്താ ഈ ഗൈറു ഹസന എന്ന് പറഞ്ഞാ? നല്ലതല്ലാത്തത് എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ പരിഭാഷപ്പെടുത്തിയതുപോലെ ചീത്തയായ ബിദ്അത്ത്. ബിദ്അത്തിൽ ചീത്തവും നല്ലൊന്നുമില്ല, അത് വേറെ വിഷയ. പക്ഷെ എന്തോ ആകട്ടെ, ഇവിടെ പറഞ്ഞതെന്താ? ഗൈറു ഹസന എന്ന് പറഞ്ഞില്ലേ കിതാബില്? ആ കിതാബിൽ അതുണ്ട് മൗലിയന്മാരെ. നിങ്ങള് മൗലിയരട്ടികളെയും കൂട്ടിയിട്ട് മരിച്ച വീട്ടിൽ പോയി ചാവടിയന്തരം ഷാപ്പിട്ട് ഇറങ്ങിപ്പോരുന്നതിന്റെ മുമ്പും പിറകെയും നിങ്ങളുടെ മുതഅല്ലിമീങ്ങൾക്ക് നിങ്ങൾ പള്ളി ദർസിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുന്ന അതേ 10 കിതാബിൽ ബിദ്അത്തുൻ ഗൈറു ഹസനത്തായ പരിപാടിയാണ്, ചീത്തയായ ആചാരമാണിത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ചോറിന് പോകാറ്, നിങ്ങൾ കൈമടക്ക് വാങ്ങാറ് എന്ന് ചോദിക്കുമ്പോ അതിനിപ്പോ കണ്ട തട്ടിപ്പാണെന്ത്? ഗൈറു ഹസനക്ക് നല്ലതല്ലാത്ത എന്ന അർത്ഥം കട്ടിട്ട്, ഗൈറ എന്ന പദം അവിടെ കട്ടിട്ട് ബിദ്അത്തുൻ ഹസന നല്ലതായ ബിദ്അത്താണ് എന്ന് അർത്ഥം കൊടുത്തു. ഈ വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം, ഈ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ആവശ്യമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും. മലയാളത്തിലുള്ള പച്ച മലയാളത്തിൽ എഴുതിയ ഈ തട്ടിപ്പും ഈ പരിഭാഷയുടെ കോപ്പിയും നൂറുൽ അബ്സാറിന്റെ ഈ കോപ്പിയുമായി നിങ്ങൾ പള്ളി ദർസുകളിൽ പോകണം, പണ്ഡിതന്മാരെ സമീപിക്കണം, എന്നിട്ട് അവരെ പിടിച്ചു നിർത്തി ചോദിക്കണം, ഈ കൊടുത്ത അറബിയുടെ പരിഭാഷ തന്നെയാണോ ഇത്, അതോ വെള്ളം ചേർത്തിട്ടുണ്ടോ? ഇതിനാ മുജാഹിദീങ്ങൾ പണിയിരിക്കുന്നത്. ഇതിനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നത്. എന്ത്? ഈ കളവ് അള്ളാഹുവിന്റെ ഖുർആനിൽ അട്ടിമറി നടത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ അട്ടിമറി നടത്തുന്നു. അവർക്ക് പിന്നെ എന്ത് ഫിഖ്ഹിന്റെ കിതാബാ? അള്ളാഹുവിന്റെ ഖൗലിൽ അട്ടിമറി നടത്തുന്ന ആളുകൾക്ക്, ഹദീസിൽ അട്ടിമറി നടത്തുന്ന ആളുകൾക്ക് പിന്നെ എന്ത് ഫിഖ്ഹിന്റെ കിതാബ്? അതിലൊരു അത്ഭുതമല്ല. പക്ഷേ നമ്മൾ സാധാരണ പറയും, കൂട്ടരെ ഞങ്ങളല്ല കിതാബ് വെട്ടിമുറിക്കുന്നത്, ഞങ്ങളല്ല കിതാബിൽ കളവ് നടത്തുന്നത്, ഞങ്ങളല്ല കൃത്രിമം നടത്തുന്നത്. പിന്നെ ആരാ വഹാബികളെ നിങ്ങളല്ലാതെ എന്ന് ചോദിക്കാറില്ല. ഇതാ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നു. പരിശോധിക്കാം ആർക്കും. ബിദ്അത്തുൻ ഗൈറു ഹസന എന്ന് പറഞ്ഞതിന് മൂക്ക് കീഴ്പോട്ടായ എല്ലാവർക്കും അർത്ഥമറിയാത് നല്ലതല്ലാത്ത വിദഗ്ധാണ് അർത്ഥം കൊടുത്തപ്പോഴോ നല്ലതായ വിദഗ്ധാകുന്നു, നല്ലതായ വിദഗ്ധാകുന്നു. എവിടുന്ന അങ്ങനെ അർത്ഥം കിട്ടിയത്? അത് ചോറ് തിന്നാൻ വേണ്ടി വയറ കട്ടതല്ലേ? അല്ലെങ്കിൽ ആ ചോറുണ്ടാവില്ല, അതുകൊണ്ട് ആ ചോറ് തിന്നാൻ വേണ്ടി വയറ കട്ടു. ഇതാ വയറുകള്ളന്മാര് പണ്ട് നാദാവരുത്തെന്ന് പറഞ്ഞു മുജാഹിദീങ്ങൾ ലാമ്പുകള്ളന്മാരാ. ലാ കട്ടു, അത് കട്ടിട്ടുണ്ടായിരുന്നില്ല, വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മക്ക് ചോദിക്കാറുള്ളത് നിങ്ങൾ വയറ് കട്ടതോ വിട്ടതോന്നാ. എന്തേ ഇപ്പൊ കട്ടു, എന്തേ വിട്ടു? അപ്പോ ഇതൊക്കെയാണ് സംഭവം. അവരവർക്ക് ഒപ്പിച്ച് കിതാബിൽ എതിര് കണ്ടാ ഞങ്ങൾ അതങ്ങട്ട് വെട്ടിമുറിക്കും, അതങ്ങട്ട് അർത്ഥം മാറ്റും എന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു സമ്പ്രദായത്തിന് ഫുഖഹാക്കളുടെ പിന്തുണയില്ല. പിന്നെ നോക്കോ, നിങ്ങൾ സാധാരണ പറയാറുള്ളൊരു ഹിമാലയൻ തെളിവ്. എന്താ തെളിവ് പറയണല്ലോ. തെളിവ് സംഭവം ശരിക്ക് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ജനാസ മറമാടിയിട്ട് മടങ്ങിപ്പോരുമ്പോ ഒരു സഹാബ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. റസൂലുള്ള പോയി ഭക്ഷണം കഴിച്ചു. ഈ സംഭവം അബൂദാവൂദിൽ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും മനസ്സിലാക്കിക്കോളി വിഷയം. വേറൊരു അട്ടിമറിയുടെ രൂപ പറഞ്ഞിരുന്നു. അബൂദാവൂദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? വേറെ ഏതോ ഒരു പെണ്ണ്, ഏതോ ഒരു സ്ത്രീ, ഒരു സഹാബ സ്ത്രീ റസൂലുള്ളാഹിനെ വിളിച്ചു, നബി പോയി എന്നാണ് ആ ഹദീസിന്റെ പരമ്പര. ഞാൻ കാര്യത്തെക്കുറിച്ച് കേട്ടോ. ഒന്നാമത്തത്, ആ ഹദീസ് തന്നെ സഹീഹായി വന്നിട്ടില്ല. കാരണം കേട്ടോളൂ, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ ആസിം ഇബ്നു കുലൈബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആസിം ഇബ്നു കുലൈബ് എന്ന് പറയുന്ന മനുഷ്യൻ അൻ അബീഹി, തന്റെ പിതാവിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ആസിം ഇബ്നു കുലൈബ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവങ്ങളൊന്നും ആ റിപ്പോർട്ടുകൾക്ക് പരിഗണന നൽകാൻ പാടില്ലെന്ന് അബൂദാവൂദിൽ തന്നെ പറയുന്നുണ്ട്. തഹ്ദീബിൽ 7-ാം വാള്യം
446 പേജിൽ നമുക്ക് കാണാം, അബൂദാവൂദിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ഈ ആസിം ഇബ്നു കുലൈബ് എന്ന് പറയുന്ന മനുഷ്യൻ ഹദീസിന്റെ വിഷയത്തിൽ ഖവിയല്ല, ശക്തനല്ല എന്ന് മീസാനുൽ ഇഅ്തിദാലിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഹദീസിന്റെ പരമ്പരയ്ക്ക് തന്നെ ദുർബലതയുണ്ട്. ഇനി അത് ഇവരിത് പറയണത് എങ്ങനെ അറിയോ? ഈ ഹദീസ് മിഷ്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഹദീസിന്റെ കിതാബുണ്ട്. മിഷ്കാത്ത് പഠിച്ചു വെച്ചോളൂ, മിഷ്കാത്തുൽ മസാബിഹ്. ഈ മിഷ്കാത്തിന്റെ രൂപം തന്നെ അതൊരു സ്വതന്ത്ര ഹദീസിന്റെ കിതാബല്ല. മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഹദീസുകൾ അവിടുന്ന് ഇങ്ങോട്ട് പകർത്തി ബാബാക്കി തിരിച്ചിട്ട് വേറൊരു ഹദീസിന്റെ ഗ്രന്ഥമാക്കിയതാണ് ഇത് മിഷ്കാത്ത്. ഇപ്പൊ ഏതുപോലെ റിയാദുസ് സാലിഹീനൊക്കെ പോലെ, റിയാദുസ് സാലിഹീനിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഇങ്ങനെ ഓരോരുത്തരും ഉദ്ധരിച്ച ഹദീസ് വേറൊരു കിതാബിൽ ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ മിഷ്കാത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ മിഷ്കാത്തിലേക്ക് ഈ ഹദീസ് ആരോ പകർത്തി എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. അതെന്താ മിസ്റ്റേക്ക്? ഈ ആള് ജനാസ തിരിച്ചു പോകുമ്പോ ഇമ്രാത്തിഹി എന്നാ അതിലുള്ളത്, മിഷ്കാത്തിലുള്ളത്. എന്താ ഇമ്രാത്തിഹി എന്ന് പറഞ്ഞാൽ പിന്നെ മയ്യത്തിന്റെ സ്ത്രീനായി. നോക്കണം നിങ്ങൾ, ജനാസ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ആ ജനാസയുടെ മയ്യത്തിന്റെ ഭാര്യ. അപ്പൊ മയ്യത്തിന്റെ ഭാര്യ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിലേക്ക് ഭക്ഷണത്തിന് നബിനെ വിളിച്ചു, ഭക്ഷണം കഴിച്ചു നായിലെ മൊഹാബികളെ. അതുകൊണ്ട് മരിച്ച വീട്ടിൽ പിന്നെ മറമാടൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുശാലായ ഒരു സദ്യ കഴിക്കുന്ന എന്താ കുഴപ്പം? ഇതാണ് ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു അട്ടിമറി നടന്നതാണ്. ആരോ ഒരു അട്ടിമറി നടത്തി. സാധാരണയായിട്ട് ഇപ്പൊ നിങ്ങളൊരു പുസ്തകം എഴുതി, നിങ്ങളൊരു പുസ്തകത്തിലേക്ക് കുറെ ഉദ്ധരണികൾ എടുത്തു ചേർത്തു, കുറെ കാര്യങ്ങൾ എടുത്തു ചേർത്തു. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ ഇന്ന കിതാബ് എന്നാണ് എടുത്തെഴുതിയത് എന്ന്. അപ്പൊ നിങ്ങൾ ആ എടുത്തെഴുതിയിൽ വല്ല തെറ്റ്, നിങ്ങൾ എഴുതിയിടത്തൊരു തെറ്റും ഒറിജിനലിൽ വേറൊന്നും കണ്ടാൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഏതാ സ്വാഭാവികമായി വിശ്വസിക്കേണ്ടത്? ഒറിജിനലുള്ളതാണ് ശരി, കാരണം നിങ്ങൾ അതിന്നല്ലേ എടുത്തെഴുതിയത്. അപ്പൊ പിന്നെ അതിൽ പറഞ്ഞതാണ് ശരി. ലോകത്ത് അബൂദാവൂദിന്റെ കോപ്പികളൊക്കെ പരിശോധിച്ചോ, അബൂദാവൂദിന്റെ ഒരൊറ്റ കോപ്പിയിലും ഈ മയ്യത്തിന്റെ പെണ്ണ് എന്ന ഭാഗമില്ല. ഏതോ ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മയ്യത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അബൂദാവൂദിലില്ല. അപ്പോൾ മിഷ്കാത്തിലേക്ക് പകർത്തി എഴുതിയപ്പോൾ ഒന്നുകിൽ മനഃപൂർവം അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒരു ഹി എന്നവിടെ ചേർക്കപ്പെട്ടു. അതാണതിലെ ശരി. അല്ലെങ്കിൽ അബൂദാവൂദിൽ എവിടെയെങ്കിലും കാണണ്ടേ? ഇല്ല. പകർത്തി എഴുതപ്പെട്ട കോപ്പിയിൽ, പകർത്തി എഴുതിയ കോപ്പിയിൽ അത് കാണാനല്ല. തന്നെയുമല്ല, വേറെ വല്ലോടത്തും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാലോ. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ എന്താ ഉള്ളതെന്നറിയോ? ഇതേ സംഭവം പറഞ്ഞിട്ട് അവിടെ പറയേണ്ടി ഇമ്രാത്തും മിൻ ഖുറൈശ്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഖുറൈശികളിൽ നിന്നുള്ള ഒരു സ്ത്രീ നബിയെ ക്ഷണിച്ചു എന്നേ ഉള്ളൂ, മയ്യത്തിന്റെ സ്ത്രീ എന്നില്ല. തന്നെയല്ല, അതിൽ വേറെയും പറയുന്നുണ്ട്, ഈ സ്ത്രീ പണ്ടേ റസൂലുള്ളാനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി തക്കം വാർത്ത് നടക്കുകയായിരുന്നു, ഇപ്പോഴാ ചാൻസ് കിട്ടിയത്, അപ്പൊ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി എന്നതിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതും മരിച്ച വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലായിട്ട് എന്താ ബന്ധം? ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്റെ മരിച്ച വീട്ടിലെന്ന് അടിയന്തരം ഉണ്ടാക്കലും അതുമായി ബന്ധമില്ല. ഏതെങ്കിലും ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോ ഏതെങ്കിലും ആൾക്കാർ ഭക്ഷണത്തിന് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ പോയി ഭക്ഷണം കഴിക്കാനുള്ളതിനല്ലേ ഒരു തെളിവ്? അതിലിവിടെ ആർക്കാ തർക്കം? അതിലാർക്കും തർക്കമല്ല. അപ്പൊ അത് വിഷയത്തിലേക്ക് രേഖയല്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ 40ന്റെ അന്നൊരു അടിയന്തരം, 40 കഴിക്കേണ്ടത് എങ്ങനെയാ? അന്ന് ഭയങ്കര മൗലൂദും പാട്ടും ദിക്റും സ്വലാത്തും. അതിനെന്താ തെളിവ്? തെളിവൊന്നുമില്ല. തെളിവ് ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾക്ക് തെളിവ് ഹുസൈൻ രാജാവിന്റെ 40 കഴിച്ചാ ഞങ്ങൾക്ക് തെളിവ്. ജോർഡാനിലെ ഹുസൈൻ രാജാവിന്റെ 40 നമുക്ക് തെളിവ്. കണ്ടോ? ഹുസൈൻ രാജാവിന്റെ 40 കേരള മോഡലിൽ തൻഹഡി. ഇത് സെൻസിംഗ് ആണ്. ഒരു ക്ഷുദ്രകൃതി 1999 ജൂലൈ അക്കം പേജ് 17 ഇത്ര തന്നെയുള്ളൂ, വേറെ ലേഖനമൊന്നുമില്ല. അതിന്റെ അടിക്കുറിപ്പ് ജോർദാനിലെ ഹുസൈൻ രാജാവിന്റെ 40ാം ചരമദിനം സുന്നി വിശ്വാസപ്രകാരം ആചരിച്ചതിന്റെ റിപ്പോർട്ട് അസമാൻ അറബി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന്റെ ഫോട്ടോ കോപ്പി. എന്തിനാ അവരിത് കൊടുത്തത്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ചാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല. ജോർഡാനിൽ ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്, അല്ലെ? അവിടെ ഞങ്ങൾ 40 നാം. ഇസ്ലാമിൽ ഒരു രാജാവ് ചെയ്ത ഇസ്ലാമിൽ തെളിവാകും, അല്ലെങ്കിൽ ആ രാജാവിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ തെളിവാകും. ഞാനിതിവിടെ കാണിച്ചതെന്തിനറിയോ? അവിടെ 40 കഴിച്ച രൂപങ്ങളൊന്ന് കേട്ടോളി. എന്നാ അതൊക്കെ അവർ അംഗീകരിക്കണല്ലോ. അംഗീകരിച്ചിട്ടല്ലേ നിങ്ങൾ ഫോട്ടോ കോപ്പി കൊടുത്തത്?
അല്ലെങ്കിൽ അംഗീകരിക്കൂല എന്ന് പറയണം. അവിടെ അംഗീകരിച്ച് നടന്നത് ഒന്നുപരി പറയുന്നത് പ്രത്യേകം എന്ത് ചെയ്തു, അവിടെ പല ചടങ്ങുകളും നടന്നു. ഫാത്തിഹ ഓതി, അൽ ഫാത്തിഹ വിളിച്ചു, എന്നിട്ട് ഇലാ ഹളറത്തുർ റൂഹി അല്ലി ദുആയിരുന്നു, എല്ലാരും കൂടി ഓരോ ജുസ് ഓതി ഖത്തം ദുആയിരുന്നു, എന്നിട്ട് ഭയങ്കര ദുആ ഉണ്ടായി. അതൊക്കെ അതിനുവേണ്ടിയാ കൊടുത്തത്. പക്ഷേ എന്നാ ശേഷമുള്ളതെങ്കിലും നോക്കണ്ടേ? എന്താ പിന്നെ പറയണ നോയിക്കോ, അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്താ പറയണേ? ആ ശവകുടീരം സന്ദർശിച്ചു. ആരൊക്കെ? ജോർഡാനിലെ ഹുസൈൻ രാജാവിന്റെ ഭാര്യ സന്ദർശിച്ചു. ഇപ്പോഴത്തെ അമീറിന്റെ ഭാര്യ റാണിയ സന്ദർശിച്ചു. അതുപോലെ തന്നെ പെൺമക്കളും മറ്റു കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ മെയിൻ നേതാക്കന്മാരുടെ ഭാര്യമാരുമൊക്കെ ഖബറിന്റെ അരികിലേക്ക് സിയാറത്തിന് വന്നു. എന്നിട്ട് ഹൈസു വദഅന കാലീല സുഹൂരി അലല്ലരീഹി, ഖബറിന്റെ പുറത്ത് പുഷ്പചക്രം സമർപ്പിച്ചു. എല്ലാരും വന്ന് ഖബറിന്റെ പുറത്ത് പുഷ്പചക്രം സമർപ്പിച്ചു. അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ പല നേതാക്കന്മാരും അന്നത്തെ ദിവസം വന്നിട്ട് പുഷ്പചക്രം സമർപ്പിച്ചു. ഇങ്ങനെയുണ്ട് ഇസ്ലാമില്. നിങ്ങൾ പറഞ്ഞല്ലോ രാജാവിന്റെ 40 കേരള മോഡലിൽ നിന്ന് നിങ്ങൾ കേരളത്തിൽ ഇത് അംഗീകരിക്കുമോ? പിന്നെന്തിനായി തട്ടിപ്പ് കൊടുത്തത്? ഇതെന്താണെന്നറിയോ? ഇത് വിവർത്തനം ചെയ്തില്ല. അല്ലെങ്കിൽ എന്താ, സെൻസിങ് വായിക്കുന്ന ആൾക്കാർ, ഇതിന്റെ വായനക്കാരൊക്കെ അറബികളാ. പിന്നെന്തിനായി തട്ടിപ്പ് കൊടുത്തത്? ഒരു അറബി പത്രത്തിലുള്ള ഫുൾ ഉദ്ധരണി കൊടുത്തെന്നാ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. ഒരു അടിക്കുറിപ്പ് മാത്രം കൊടുത്ത് സുന്നി വിശ്വാസ പ്രകാരം ആചരിച്ചതിന്റെ റിപ്പോർട്ട് ഇതാ, ഫോട്ടോസ്റ്റാറ്റ്. അപ്പൊ വായിക്കണോ വിചാരിച്ചു. ഇനി എന്തിനാ വായിക്കണത്? നമ്മന്റെ പത്രത്തിലല്ലേ വന്നത്. അപ്പൊ ജോർഡാനിൽ കുശാലായി 40 കഴിഞ്ഞിക്കണ് അല്ലേ? കഴിച്ച 40ന്റെ കോലായി കണ്ടത്. എന്ത്? ഖബറിന്റെ പുറത്ത് പെണ്ണുങ്ങൾ പോവുക, എന്നിട്ട് പെണ്ണുങ്ങൾ 40 ഒന്നാകനെ പോവുക, ഭാര്യ മക്കളും മറ്റോരും മറിച്ചോരും കണ്ടിട്ടില്ലേ? എന്നിട്ട് അവരൊക്കെ പോവുക, എന്നിട്ട് ഇങ്ങനെ പുഷ്പചക്രം ഇങ്ങനെ സമർപ്പിക്കുക. അതേമാതിരി എല്ലാവരും പോവുക, ഖബറും പുറത്ത് പുഷ്പചക്രം സമർപ്പിക്കുക. ഏത് ഇസ്ലാമിലാകൂട്ടരെ ഇതുള്ളത്? ആര് ചെയ്താലും അത് ഇസ്ലാമിൽ തെളിവാണോ? ഒരാൾ ചെയ്താൽ ഇസ്ലാമിൽ തെളിവല്ലല്ലോ. നമ്മുടെ നേതാവ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി, നമ്മുടെ നേതാവ് നാം ജീവനേക്കാൾ സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ നേതാവ് ചെയ്യണ്ടേ? ആ നേതാവിന്റെ എത്രയോ സഹാബാക്കളെ ബഖീൽ കൊണ്ടുപോയി അവിടുന്ന് തന്നെ വറമാടിയിട്ടില്ലേ? ഉസ്മാൻ ഇബ്നു മദൂൻ അടക്കമുള്ള, ഹംസ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരെ ബഖീലും അല്ലാത്ത സ്ഥലത്തുമായി റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ തന്നെ മറമാടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ഖബറിന് 40 ദിവസം പൂർത്തിയായപ്പോൾ ഒരു പൂവിന്റെ ചക്രവുമായി, പുഷ്പചക്രവുമായി സമർപ്പിക്കാൻ വേണ്ടി റസൂലുള്ളയോ സഹാബത്തോ പോയോ എന്ന് തെളിഞ്ഞാലല്ലേ അത് കേരള മുസ്ലിമീങ്ങൾക്കെന്ന ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ തെളിവാകൽ അല്ലേ? അപ്പോഴല്ലേ തെളിവാകൂ അല്ലേ? അപ്പൊ മുഹമ്മദ് നബി മോഡൽ വേണം, അതാ മോഡല്, അല്ലാതെ വേറുള്ളവരെ മോഡലല്ല. തന്നെയല്ല, ഇനി റസൂലുള്ള ചെയ്തോ എന്ത്? ഏതെങ്കിലും സഹാബിമാരുടെ മരണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40ന്റെ അന്നൊരു ഫാത്തിഹ ഓതി ഇലാ ഹളറത്തി പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കോ. തന്നെയുമല്ല, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതിന്റെ ഹദിയ, അതിന്റെ കൂലി അവർക്ക് ഇങ്ങനെ അവർക്ക് വേണ്ടി ഇതാ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അത് അവർക്ക് നേർച്ചയാക്കലോ അല്ലെങ്കിൽ ഹദിയ ചെയ്യുന്നതോ ചെയ്യുന്ന പരിപാടി കൊണ്ട് അവർക്കതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അഭിപ്രായപ്പെട്ടു എന്ന് തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു നജ്മിലെ ആയത്ത് 4-ാം വാള്യത്തിൽ, തഫ്സീർ ഇബ്നു കസീറിന്റെ 4-ാം വാള്യത്തിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ നോക്കിക്കോ, എന്താ അവിടെ പറഞ്ഞത്? മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ മാന്യമായ വചനത്തിൽ നിന്ന് ഇസ്തൻബത്ത ശാഫിഈ റഹ്മത്തുള്ളാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരും, അന്നൽ ഖിറാഅത, തീർച്ചയായും ഖുർആനോത്ത്, ലാ യസ്ലിഹു ദാഉ സവാബിഹാ ഇലൽ മൗതാ, മരണപ്പെട്ടവരിലേക്ക് അതിന്റെ കൂലി ഹദിയ ചെയ്യുന്നത് കൊണ്ട് അത് അവർക്ക് കിട്ടുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ പണിയിൽപ്പെട്ടതല്ല, അവരുടെ അധ്വാനത്തിൽപ്പെട്ടതുമല്ല. വലിഹാദാ, ഇക്കാരണത്താൽ ലം യൻദുബു ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഉമ്മത്തിനോട് ഇതിനെ പ്രേരിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി, അതിനായി അവരോട് നിർദ്ദേശം നൽകിയിട്ടില്ല. വലാ അർശദഹും അലൈഹി, അതിലേക്ക് നയിക്കുന്ന ബിനസ്സിൻ വലാ ഈമായിൻ, ഒരു വ്യക്തമായോ അല്ലെങ്കിൽ സൂചന പോലുമോ റസൂലുള്ളാഹിയിൽ നിന്ന് വന്നിട്ടില്ല. സ്വഹാബാക്കൾ ആരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇതൊരു ഖൈറായ പണിയായിരുന്നുവെങ്കിൽ, അഥവാ ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി മരിച്ചവർക്ക് ഹദിയ ചെയ്യുന്ന പരിപാടി ഒരു ഖൈറായ കർമ്മമായിരുന്നുവെങ്കിൽ, ലസബഖൂന ഇലൈഹി, നമ്മുടെ മുമ്പുള്ളതായിരിക്കുന്ന ആളുകൾ നല്ലവരായ അവർ നമ്മളെക്കാൾ ഇതിൽ മുൻകടക്കുമായിരുന്നു.
അതുകൊണ്ട് പുണ്യകർമ്മം പിന്നീട് പറയുന്നത് എന്താ? പുണ്യകർമ്മം ചെയ്യാൻ ആ കർമ്മം ചെയ്തതിന് രേഖ വേണം. അത് ചെയ്താൽ പിന്നെ ഇത് കിട്ടിക്കൂടെ എന്ന താരതമ്യത്തിന് ഇതിൽ സ്ഥാനമില്ല, തെളിവ് വേണം. എന്താ ഈ താരതമ്യത്തിന് സ്ഥാനമില്ല എന്ന് പറയാൻ കാരണം? ചിലര് പറയാറുണ്ടെന്ത്, മയ്യത്ത് നിസ്കരിക്കുമ്പോ നമ്മൾ ഫാത്തിഹ ഓതുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് മയ്യത്തിന് ഉപകാരല്ലേ, അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേറെയും ഖുർആൻ ഓതിക്കൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് പറയാൻ പറ്റില്ല. തെളിവ് വേണം. അങ്ങനെ നമുക്ക് തെളിവ് വേണം. തെളിവില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല, ഉള്ളതേ ചെയ്യാവൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കോ. പിന്നെ ചില ആൾക്കാർ പറയലുണ്ട്, വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഓതിയാ കിട്ടുന്നു. ഇബ്നു തൈമിയ്യനെ സ്വീകരിക്കാത്ത നിങ്ങൾ എന്തിനാ ഇബ്നു തൈമിയ്യനെ ഉദ്ധരിച്ചത്? ഞങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. അതെന്താ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരൊറ്റ നേതാവേയുള്ളൂ, അത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ള കിടക്കുന്ന മദീനയിലെ ഖബറിലെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ ആളുകളുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇല്ലാ സാഹിബ് ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിയുടെ വാക്കിലൊഴികെ അതിൽ തള്ളേണ്ടതില്ല, എല്ലാം കൊള്ളേണ്ടതാണെന്ന് പറഞ്ഞില്ലേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇബ്നു തൈമിയ്യ അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ തന്നെ ഇനി പറഞ്ഞു എന്ന് വന്നാൽ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അത് രേഖയാവില്ല. ഇതേ കാരണം രേഖ ആയത്ത് ഹദീസുമാണ്. തെറ്റുപറ്റാം, എത്ര വലിയ കുതിരക്കും കാല് വഴുതി വീഴാം, അടിതെറ്റിയാൽ ആനയും വീഴും, ആർക്കും സംഭവിക്കാം. മാത്രവുമല്ല, ഇബ്നു തൈമിയ്യയുടെ അൽ-ഇഖ്തിയാറാത്തുൽ ഇൽമിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുമുണ്ടെന്ത്, നബിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഖുർആൻ ഓതിയിട്ട് അതിന്റെ ഹദിയ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന പരിപാടി, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ചില പദങ്ങൾ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയോ ഇനി പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുകയോ തെളിയപ്പെടുകയോ ചെയ്താലും ഇസ്ലാമിൽ അതങ്ങനെ രേഖയാവുകയില്ല. ഇത് പല കാര്യങ്ങളിലും ഈ തട്ടിപ്പ് നടത്താറുണ്ട്. ഇബ്നുൽ ഖയ്യിം അവിടെ പറഞ്ഞു, ഇബ്നു തൈമിയ്യ എവിടെ പറഞ്ഞു, മറ്റേയാൾ എവിടെ പറഞ്ഞു. കൂട്ടരെ, ഇസ്ലാമിലെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യയല്ല, ഇബ്നുൽ ഖയ്യിം അല്ല, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ അല്ല, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അല്ല, ആരുമല്ല. ഇസ്ലാമിലെ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, തെറ്റുപറ്റാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളാണ്. അതാണ് പ്രമാണം. മറ്റുള്ളവരിലൊക്കെ അഭിപ്രായങ്ങളിൽ തള്ളേണ്ടതുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഖുർആനും സുന്നത്തുമായി യോജിക്കുന്നത് കൊള്ളുക, ഖുർആനും സുന്നത്തുമായി വിയോജിക്കുന്ന അഭിപ്രായങ്ങൾ തള്ളുക. ഇതാണ് ഈ വിഷയത്തിലുള്ള നയം എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ഒരു പരിപാടി, ഖബറിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കത്തപ്പുര കെട്ടിയിട്ട് ഇങ്ങനെ ഓതുന്ന ഒരു സമ്പ്രദായം, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല. ഇല്ലാത്തത് കൊണ്ടാ പറയുന്നത്. പിന്നെ ഏതെല്ലാം കാര്യങ്ങൾ പിന്നെ ഉപകാരപ്പെടും അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വേർതിരിച്ച് പഠിച്ചു വെക്കണം. ഒന്ന്, മുസ്ലിമീങ്ങൾ മറ്റൊരു മുസ്ലിമിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഉപകാരപ്പെടും. മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക, അത് മക്കളാണെങ്കിൽ കൂടുതൽ പ്രയോജനം ചെയ്യും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ 3 പ്രവർത്തനമല്ലാത്തതെല്ലാം മുറിഞ്ഞുപോയി. അതിലൊന്ന് എണ്ണിയത് വലതുൻ സാലിഹുൻ യദഉ ലഹു, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. അവ മരിച്ചുപോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കള്, ആ മക്കളുടെ ദുആക്ക് മറ്റുള്ളവരുടെ ദുആയേക്കാൾ പ്രാധാന്യമുണ്ട്, ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. നാം മറ്റുള്ളവരുടെ ദുആക്കും കിട്ടൂലേ? കിട്ടും. അതിന് തെളിവ് വേണ്ടേ? തെളിവുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റി ഖുർആൻ പറയുന്നത് കേട്ടോ. അവരിങ്ങനെ ദുആ ചെയ്യുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ, റബ്ബേ നീ ഞങ്ങളോട് പൊറുക്കേണമേ, വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായിക്കൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് ഞങ്ങൾ ഈ ജീവിക്കുന്ന സെക്കൻഡ് വരെ ലോകത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ ജീവിച്ചിരിക്കുന്നവരുമുണ്ടാകും, മരിച്ചവരുമുണ്ടാകും. എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു.
വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളായ ആളുകളോട്, അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഭരിച്ചവരാകട്ടെ, ഞങ്ങൾക്കൊരൊറ്റ മുഅ്മിനോടും ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പകയും ദോഷവും ഉണ്ടാക്കല്ല റബ്ബേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നാഥാദിയേറെ വാത്സല്യമുള്ളവനും കരുണയുടെ കടലുമാണല്ലോ. അപ്പൊ ഖുർആൻ തന്നെ രേഖയായി, മുസ്ലിമീങ്ങൾ പരസ്പരം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ ഖബൂൽ ചെയ്തെങ്കിൽ ഈ മരിച്ചുപോയ വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടും. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബ عند رأسه ملك موكل كلما دعا لأخيه بخير قال الملك الموكل به آمين ولك بمثل. എന്താണ് പറഞ്ഞത്? ദഅവത്തുൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുആ തന്റെ സഹോദരന് വേണ്ടി ബിളഹിരിൽ ഗൈബി, അവന്റെ അസാന്നിധ്യത്തിൽ, തലത്തില്ലാത്തൊരു മുസ്ലിമിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ മുസ്തജാബത്തുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. തന്നെയുമല്ല, ഇൻദറസിഹി മലക്കുൻ മുവക്കലുൻ, നമ്മളിവിടെ സ്ഥലത്തില്ലാത്ത ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആകട്ടെ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മളുടെ തലയുടെ ഭാഗത്തതാ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് നമ്മൾ ആ സഹോദരന് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴൊക്കെ പറയും ആമീൻ, നാദാ ഈ മുസ്ലിമിന്റെ ദുആ നീ സ്വീകരിക്കണേ, ഇയാൾക്കും ഇതുപോലെ തന്നെ കൊടുക്കണേ. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ അദ്ദേഹത്തിന്റെ പാപം പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ മലക്കുകൾ പറയും ആമീൻ, നിന്റെ പാപം അല്ലാഹു പുറത്തു തരട്ടെ. പടച്ചോനെ സ്ഥലത്തില്ലാത്ത ഒരാളെ പറ്റി ദുആ ചെയ്യുകയാണ്, അയാളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ എന്ന് പറയുമ്പോ ആമീൻ, നിനക്കും നിന്റെ ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്നിങ്ങനെ നമ്മൾ ഒരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുമ്പോഴൊക്കെ മലക്കുകൾ അതിന് ആമീൻ പറയുന്നുവെന്നും നമുക്കതുപോലെ തന്നെയുള്ള കാര്യത്തിന് വേണ്ടി അവരും ദുആ ചെയ്യുന്നുണ്ടെന്നും ആശംസകൾ പറയുന്നുണ്ടെന്നും സ്വഹീഹായ ഹദീസിൽ വന്നു. അപ്പോ മരണപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്ന നിലക്കുള്ള ശർത്തൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇയാൾക്ക് പ്രയോജനപ്പെടും. പിന്നെ ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് കടങ്ങളുണ്ടായിരുന്നു, കുറെ കടങ്ങളുണ്ടായി, കടബാധ്യരുണ്ടായിട്ടാ ഒരാൾ മരിച്ചുപോയത്. എന്നാൽ അയാൾ മരിച്ചുപോയിട്ട് ആ കടം അയാളുടെ മക്കളോ, മക്കൾക്ക് കഴിവില്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ ആരെങ്കിലുമോ ആ കടം വീട്ടിയാൽ ഇയാൾക്ക് ആ കടം വീട്ടിയതുപോലെ ഇയാളുടെ ബാധ്യത ഒഴിവാകും. അപ്പൊ കടത്തിന്റെ കാര്യത്തിലും സ്വഹീഹായ ഹദീസിലുണ്ട്. പിന്നെ സൗമുൻ നദർ, നേർച്ചയാക്കിയ നോമ്പ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ഫത്വ ചോദിച്ചു, ഇന്ന ഉമ്മി മാതത് വഅലൈഹാ നദറുൻ, നബിയേ എൻ്റെ ഉമ്മ മരിച്ചുപോയി, അവരാണെങ്കിൽ നോമ്പ് നേർച്ചയാക്കിയിരുന്നു, ഇനി ഞാൻ വീട്ടിയാൽ മതിയോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഇഖ്ലിഹാ അൻഹാ, ഇഖ്ലിഹി അൻഹാ, അവർക്ക് വേണ്ടി നീ അത് വീട്ടിക്കോ. അപ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് അവർക്കുള്ള നേർച്ച നോമ്പുകൾ വല്ലതുണ്ടെങ്കിൽ ആ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് പ്രയോജനം ലഭിച്ചേക്കാം. പിന്നെ മക്കളുടെ സ്വതക്ക, മക്കൾ സ്വതക്ക ചെയ്താൽ അത് കിട്ടാം എന്നുള്ളതിന് രേഖയുണ്ട്. വേറെയുള്ളവർ മയ്യത്തിന്റെ പേരിൽ സ്വതക്ക ചെയ്താൽ കിട്ടുമോ എന്നുള്ളതിന് രേഖയില്ല. എന്താണ് മക്കളുടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ എന്റെ ഉമ്മ മരിച്ചുപോയി, അവരൊന്നും വസിയ്യത്ത് ചെയ്തിട്ടില്ല, അവർക്ക് വല്ലതും സംസാരിക്കാൻ അവസരം കിട്ടുകയായിരുന്നുവെങ്കിൽ അവർ വല്ല സ്വതക്കയും ചെയ്യാൻ എന്നോട് പറയുമായിരുന്നു, ഞാൻ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതുകൊണ്ട് അവർക്ക് പ്രതിഫലം ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സ്വതക്ക ചെയ്തോളോ. അപ്പോ അദ്ദേഹം അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല. അപ്പൊ എന്താ മൗലവി ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനെതിരായില്ലപ്പോ എന്തോന്നണ്ടാ? എന്തേ ഭക്ഷണം ഉണ്ടായി കൊടുക്കൽ ലിയാഫത്താണ്. അങ്ങനെ ഒരു ആചാരം ഈ സഹാബിയും ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. ഒരു കർമ്മത്തോടനുബന്ധിച്ച് ഒരു ഭക്ഷണം ഉണ്ടാക്കി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരാചാരം, ഒരു സദ്യ ഉണ്ടാക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അതിനൊരു ദിവസം നിശ്ചയിക്കുന്ന പരിപാടിയില്ല. അതല്ലാത്ത നിലക്ക് ചെയ്തതെന്താണ്? ഈ ഹദീസിന്റെ വേറൊരു ഹദീസിൽ തന്നെ നമുക്ക് കാണാം, സഅദ് ഇബ്നു ഉബാദയുടെ തന്നെ വിഷയത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ചോദിച്ചു, ഞാൻ ചെയ്തോട്ടെ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു ആവാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു തോട്ടം പേരിൽ വഖഫ് ചെയ്യുന്നു, ഒരു തോട്ടന്റെ ഉമ്മാന്റെ പേരിൽ വഖഫ് ചെയ്യുന്നു. ഇങ്ങനെ മക്കൾ ചെയ്യുന്നതിന് രേഖയുണ്ട്. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് എന്തെങ്കിലും വഖഫ് ചെയ്യാം, ഏതെങ്കിലും ഒരു കർമ്മത്തിലേക്ക് ഏതെങ്കിലും സംഭാവനകൾ അർപ്പിക്കാം. ഈ നിലക്കൊക്കെ ചെയ്യുന്നതിനാണ് രേഖയുള്ളത്. അത് എഴുതുന്നുണ്ട്, പിന്നെ ഇതും ചെയ്തൂടെ? ഈ താരതമ്യപ്പെടുത്തലിന് ഇസ്ലാമിൽ പുണ്യകർമ്മത്തിൽ സ്ഥാനമില്ല. ഓരോന്നിനും അതിൻ്റെതായ രേഖകൾ വേണം. അപ്പോൾ ഈ വിഷയത്തിൽ ചെയ്യാവുന്നത്, മക്കൾക്ക് ചെയ്യാവുന്നതിന്റെ അനുവദനീയതയുള്ളത് ഇത് മാത്രമാണ്.
വേറെ അല്ലാത്ത നിലക്കൊന്നും നമുക്ക് രേഖയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇങ്ങനെയും പറഞ്ഞു കാണാൻ സാധിക്കും, നിങ്ങൾ ഹജ്ജ് ചെയ്താലും അവർക്ക് എത്തും. അപ്പോ അതിൽ തന്നെ പറഞ്ഞു ഫലൗ കാന അഖറ ബിത്തൗഹീദി, അത് ഇതിന്റെ ഒരു നിബന്ധനയാണ്. തൗഹീദ് അംഗീകരിച്ചിരുന്ന ഒരു ബാപ്പ, അഥവാ മുസ്ലിമായി തന്നെ മരിച്ചുപോയിട്ടുള്ള മുസ്ലിമായി ജീവിച്ചിരുന്ന ഒരു ബാപ്പ, സൽക്കർമ്മങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന ഒരു ബാപ്പ, അവരൊക്കെ നിങ്ങൾ ഹജ്ജ് ചെയ്താലും, ബാപ്പക്ക് ചെയ്തില്ല, മകന് കഴിവുണ്ടായി, മകൻ അവർക്ക് വേണ്ടി, ഇയാൾക്ക് ഒരു ഹജ്ജ് ചെയ്തതിന് ശേഷം പിന്നെ മകന് വേണ്ടി, ബാപ്പക്ക് വേണ്ടി വേറൊരു ഹജ്ജ് പിന്നീട് പോയി ചെയ്തെങ്കിൽ ഹജ്ജും ഉംറയും ഒക്കെ ലഭിക്കാം. ഇതിനൊക്കെയാണ് പ്രവാചകന്റെ അനുവാദങ്ങളിൽ ഉള്ളത്. അതല്ലാത്ത മറ്റു കർമ്മങ്ങൾക്കൊന്നും അനുവദനീയത കാണുന്നില്ല. അത് കിട്ടുമെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്ത് യുക്തിയാ നിങ്ങൾ ഈ പറയുന്നത്? യുക്തിക്ക് ഇതിൽ പ്രസക്തിയില്ല. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനോത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞത് ബാബുൽ ഖുർബാത്തി, പുണ്യകർമ്മങ്ങൾ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ, അത് അലൻ നുസൂസി, വ്യക്തമായ ഖണ്ഡിതമായ തെളിവുകളുടെ മേൽ ചുരുക്കപ്പെടും. വലാ യതസറഫു ഫീഹി ബിഅൻവാഇൽ അഖീസതി വൽ ആറായി, ഖിയാസാക്കുവാനോ അഥവാ അതുണ്ടെങ്കിൽ ഇതും ആവില്ലേ എന്നിങ്ങനെ താരതമ്യപ്പെടുത്തുവാനോ, വൽ ആറായി, ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾക്കോ ഒരു പുണ്യകർമ്മം ഉണ്ടാക്കുവാൻ കെൽപ്പില്ല. മറ്റേ ഹോജ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, മറ്റേ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്കൊന്നും പുണ്യകർമ്മങ്ങളുടെ രൂപീകരണത്തിൽ പങ്കുണ്ടാകാൻ പാടില്ല. അതിന് നസ്സ് വേണം. നസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആയത്താണ്, ഇല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ ഹദീസാണ്, അതുമല്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും ഇജ്മാ ആണ്. ഈ വിഷയത്തിൽ നസ്സ് വേണം എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്തുൻ നജ്മിന്റെ ആയത്തിൽ തഫ്സീർ ഇബ്നു കസീറിന്റെ 4-ാം വാള്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിൽ നടക്കാറുണ്ട്. അടിയന്തരത്തിന്റെ പേരിൽ കുലുമാലികൾ നടക്കാറുണ്ട്. അന്ന് വിഭവസമൃദ്ധമായ സദ്യയും അതുപോലെ തന്നെ 40ഉം അതുപോലെ തന്നെ ആണ്ടോടാണ്ടും അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ ഇഷ്ടപ്പെട്ട ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കബറുകൾ കൊണ്ടുപോയി വിതരണം നടത്തലും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ ദുരാചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുകളിൽ നടന്നു വരുന്നു. എല്ലാം സുന്നത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചെയ്യുക, അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ അത് പ്രവർത്തിക്കുക. ആചാരങ്ങളെ നാം ഉൾക്കൊള്ളുക, അനാചാരങ്ങളെ തിരസ്കരിക്കുക, തള്ളിക്കളയുക. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ അഷ്റഫുൽ ഖൽഖിന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായത് പുത്തനാചാരങ്ങളാകുന്നു. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും അനാചാരങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കുള്ള മാർഗങ്ങളാണ് എന്ന് കണിശമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ഈ വിഷയത്തിലും ആചാരങ്ങൾ, മയ്യിത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അവയിലെല്ലാം ആചാരങ്ങളും അനാചാരങ്ങളും വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ചര്യയെ അനുധാവനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സത്യത്തിന്റെ ആളുകളായി തീരുവാനും സത്യം പ്രചരിപ്പിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك